ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ഫുജേറയിലാണ് കേട്ടോ. ഫുജേറയിൽ സ്റ്റേക്കേഷൻ എടുത്തിട്ട് വന്നിരിക്കുകയാണ്. ഫുജേറ പ്ലാൻ ആക്ച്വലി ഇന്നലെ നൈറ്റിൻ്റെ പെട്ടെന്ന് ഉണ്ടായ ഒരു പ്ലാനാണ്. അങ്ങനെ നമ്മൾ അന്നേരം തന്നെ റൂമെല്ലാം ബുക്ക് ചെയ്ത് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടൊരു 1 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ റെസ്റ്റൊക്കെ എടുത്ത് ഇനി നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോവുകയാണ്. കാരണം സ്വിമ്മിംഗ് പൂള് 6 PM വരെ ഉള്ളൂ. ഓൾറെഡി ഇപ്പം 3 മണി കഴിഞ്ഞു. അപ്പോൾ കുറച്ച് നേരം സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് പിന്നെ തിരിച്ച് വന്നിട്ട് എവിടെയെങ്കിലും പുറത്ത് പോകാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും ഇറങ്ങാൻ ചാൻസ് ഇല്ല, കാരണം ഒരു ചെറിയൊരു കോൾഡിൻ്റെ ഫീവറിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ പോകാൻ റെഡി ആവട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് പോയിട്ട് കണ്ടിട്ട് വരും. അവരോളം ട്രാവൽ ചെയ്ത് ഇപ്പോഴാണ് കേട്ടോ നമ്മളൊരാളനൊക്കെ കുറച്ച് ആളുകളെ കാണുന്ന ഒരു സ്ഥലത്ത് എത്തിയത്. ഒട്ടും തന്നെ ബിൽഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ കണ്ട പോലെ ഫുള്ള് മൗണ്ടൻസും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഹോട്ടലൊക്കെ കണ്ടുപിടിച്ചായിരുന്നു. പക്ഷേ നമ്മൾ ഒരുപാട് നേരത്തെ എത്തിയത് കൊണ്ട് നമുക്ക് ലഞ്ച് എന്തെങ്കിലും കഴിച്ചിട്ട് ചെക്ക് ഇൻ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. എനിക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റിലെ സർവീസ് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഫുഡ് ഓക്കെ ആയിരുന്നു. ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് നമ്മളിനി നേരെ ഹോട്ടലിലേക്ക് പോവുകയാണ് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റേ ബുക്ക് ചെയ്ത ഹോട്ടൽ. ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഈ ഹോളിഡേയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഓൾമോസ്റ്റ് സ്റ്റേക്കേഷനൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയമായതുകൊണ്ടായിരിക്കാം. അങ്ങനെ ചെക്കിൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ ആ റൂമിലെത്തി. ഒരു കുട്ടി റൂമാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തത്. ജസ്റ്റ് സ്റ്റേ ചെയ്യാനുള്ള ഒരു പ്ലാനേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പുറത്ത് കറങ്ങാം എന്നൊരു പ്ലാനിലായിരുന്നു. ബാക്ക് ടു പ്രസന്റ് ഇപ്പം നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങി. ടോപ്പ് ഫ്ലോറിലാണ് കേട്ടോ സ്വിമ്മിംഗ് പൂൾ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. പക്ഷെ ഞാൻ തിരിച്ച് റൂമിലേക്ക് പോകുന്നായിരുന്നു. പുറത്ത് വെയിറ്റ് ചെയ്യാൻ ഭയങ്കര ചൂടായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു. ഒരു 1.5 അവർ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് ചെന്ന് അവരെ കൂട്ടി റൂമിലേക്ക് വന്ന് നമ്മളിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് വലിയ പ്ലാനൊന്നും ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തപ്പം തൊട്ടടുത്ത് തന്നെ ഫുജേറ മോൾ ഉണ്ടെന്ന് കണ്ടു. സോ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്കുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു 3-4 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളായിരുന്നു. നമ്മൾ ഫുജേറ മോളിൽ എത്തി. ചെന്ന് കയറിയപ്പോൾ തന്നെ എന്തൊക്കെയോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ എന്തോ സ്വീറ്റ്സ് ഒക്കെ നിച്ചുവിന് കിട്ടിയായിരുന്നു. ദുബായിലെ മോളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇവിടെ ചെന്ന് മോളിൽ കയറിയപ്പോൾ ഭയങ്കര ശൂന്യമായിട്ട് ഫീൽ ചെയ്തിട്ടു. അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത്രയധികം ഷോപ്പും ഫെസിലിറ്റീസും ഒന്നുമില്ല. ഫുഡ് കോർട്ടിൽ ചെന്നപ്പോഴാണെങ്കിലും കുറച്ച് ഓപ്ഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. ഫുഡ് കോർട്ടിനടുത്ത് തന്നെ ഈ ഒരു പ്ലേ ഏരിയ കണ്ടപ്പോൾ പിന്നെ നിച്ചുവിന് അവിടെ കയറണം എന്നായി. പിന്നെ എന്തെങ്കിലും അവിടെ ടൈം ഉണ്ടല്ലോ, നമ്മൾ 1.5 അവർ എന്നുള്ള രീതിക്ക് അവിടെ കയറ്റി വിട്ടിട്ട് തൊട്ടടുത്ത് തന്നെ മാക്ഡൊണാൾഡ്സ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നിച്ചുവിനെ കാണാമായിരുന്നു. നമ്മൾ നേരെ മക്കിൽ കയറിയിട്ട് ഒരു കോഫിയും പിന്നെ ഒരു ബർഗറും പറഞ്ഞിട്ട് ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത്. കാരണം നമുക്ക് ഡിന്നർ പ്ലാൻ വേറെ ഉണ്ടായിരുന്നത് കൊണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നിച്ചുവിനെ അവിടെ നിന്ന് പോക്കി നമ്മൾ നേരെ ലുലു മോളിൽ വന്നു. അത് നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. വന്ന് കയറിയപ്പോൾ തന്നെ മനസ്സിലായി അവിടെ എന്തോ പ്രോഗ്രാം നടക്കാൻ പോകുന്നുണ്ട്. ആളുകളെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. നമ്മളെങ്കിൽ കരുതി പോയി ഷോപ്പിംഗ് ചെയ്തിട്ട് വരാം, എന്താണെന്ന് നോക്കാമല്ലോ എന്ന്. നിച്ചുവിന് അത്യാവശ്യമായിട്ട് കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. കിഡ്സ് സെക്ഷനിൽ നമ്മൾ കുറേ തപ്പി. ആദ്യം ഒരു ഷോപ്പിൽ കയറി. അവിടെ ഒന്നും തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് സെക്കൻഡ് ഷോപ്പാണ്. ഇവിടെ കയറിയിട്ടും നല്ലൊരു കളക്ഷൻ ഉള്ളതായിട്ട് ഫീൽ ചെയ്തില്ല. ഫൈനലി നമ്മൾ റിയോയിൽ വന്നു. റിയോ എനിക്ക് തോന്നുന്നു ലുലുവിൻ്റെ തന്നെ ബ്രാൻഡ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവിടെ വന്നപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നിച്ചുവിന് കുറച്ചധികം ടീഷർട്ട്സും ഷർട്ട്സും പാൻസും ഒക്കെ നമുക്ക് കിട്ടി. അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു കൂപ്പൺ നമുക്ക് റിട്ടേൺ കിട്ടി. ഒരു ക്യാഷ് ബാക്ക് കൂപ്പൺ ആയിരുന്നു. അപ്പോൾ ആ എമൗണ്ടിന് നമുക്ക് വീണ്ടും ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്ക് ആക്ച്വലി ഡ്രസ്സ് എടുക്കാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ഞാനും എടുക്കണില്ല എന്ന് പറഞ്ഞു. സോ ഞാൻ എനിക്ക് പറ്റി എന്തെങ്കിലും ഉണ്ടെന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നിച്ചു ആണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ആദ്യം കുറേ ഡ്രസ്സുകൾ എടുത്ത് കാണിച്ച് പിന്നെ ബാഗ്സ് ഒക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വേണ്ടി. ഫൈനലി നമ്മൾ ഡ്രസ്സെല്ലാം ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഈ ഒരു ടോപ്പ് മാത്രമാണ് ഞാൻ എടുത്തത്. അപ്പോൾ ബില്ലെല്ലാം പേ ചെയ്ത് നമ്മളത് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടെ ആ ഒരു പ്ലേ സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. അണ്ടർ വാട്ടർ വേൾഡ് അങ്ങനെ എന്തോ ആയിരുന്നു
തീം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. കുട്ടികൾക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. സോ പിള്ളേരായിട്ട് പോയിട്ടുള്ളവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി കാണും. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നിച്ചുവിന് വിശക്കുന്നുണ്ട്, പിസ്സ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ പിസ്സ ഹട്ടിൽ പോയി പിസ്സ ഓർഡർ ചെയ്ത് അവിടെ നിന്ന് പിക്ക് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഡിന്നർ പ്ലാൻ ഇല്ലേ അതിന് വേണ്ടിയിട്ട് വന്നു. ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ കപ്പയും കള്ളും കിട്ടും. ഞാൻ ഇതുവരെ കള്ള് ട്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കള്ള് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മൾ കള്ളും കപ്പയും ചിക്കനും ഒക്കെ ഓർഡർ ചെയ്തു. കള്ള് ഇതാ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ കണ്ടപ്പോൾ കുറച്ച് സ്ട്രെസ്ഡ് ആയെങ്കിലും വിചാരം ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടേ ഇല്ല, അതാണ് സത്യം. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ഒരു പുളിയും ചവർപ്പും ഒക്കെ ആയിരുന്നു. പിന്നെ സ്വീറ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് ഇഷ്ടപ്പെടായിരുന്നത്. സ്വീറ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടനെ. അപ്പോൾ അത് മൊത്തത്തിൽ അടപടലം തേഞ്ഞൊരവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു കപ്പയും ചിക്കനും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. ഇത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാനൊരു കോക്ടെയിലും കൂടി ഓർഡർ ചെയ്തു. ഇതിൻ്റെ പേരെന്തോ സീ ബ്ലൂ അങ്ങനെ എന്തോ റിലേറ്റഡ് ആയിരുന്നു. തിരിച്ച് റൂമിൽ എത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ. നല്ല ടയർഡ് ആയിരുന്നതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. നമ്മൾ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നിച്ചുവിനുള്ളത് എനിക്കുള്ള കൂടി ഒറ്റ പ്ലേറ്റിലാണ് എടുത്തത്. അങ്ങനെ നിച്ചുവിന് കൊടുത്തുകൊണ്ടിരിക്കണം. അതിൻ്റെ കൂടെ സീരിയൽസും കൂടി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഓംലേറ്റ് അടിപൊളിയായിരുന്നു. ബാക്കിയെല്ലാം നോർമൽ ടേസ്റ്റ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ഉറക്കം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. സോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പോയി കിടന്ന് ഉറങ്ങി. ചെക്കൗട്ടിന്റെ ടൈം ആയപ്പോഴാണ് നമ്മൾ എഴുന്നേറ്റത്. അത്രേ ഉള്ളൂ ഈ ഒരു ഫുജേറ വ്ലോഗ്. സോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ബൈ.